ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെൻഡ് എ ഈവനിങ് വിത്ത് മീ ആഫ്റ്റർ 9 to 5 കേട്ടോ. എൻ്റെ ലോഗ് ഓഫ് എൻ്റെ ടൈമായി. അപ്പോൾ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യണേ. ഐ വർക്ക് ആസ് എൻ HR ഫോർ ആൻ IT കമ്പനി ഇൻ ദുബായ്. അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ടീ ടൈമാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ ടീ ആണ് കുടിക്കുന്നത്. ഞാൻ കോഫി കുടിക്കുന്നത് നിർത്തി. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തി പൂവിനെ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന ഇലയുടെ ഒരു ടീ ആണ്. നല്ല പുളിയും നല്ല ടേസ്റ്റുള്ള ടീ ആണ്. പിന്നെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കുക്കിയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പാത്രം കഴുകാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് കുറേ പാത്രം ഉണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് മോസ്റ്റ്ലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യും ആഫ്റ്റർനൂണിൽ. അപ്പോൾ പുള്ളി പാത്രവും കഴുകി വെക്കും. പുള്ളി എന്ന് വെച്ചാൽ എന്ത് പാത്രം എടുത്തോ അപ്പം തന്നെ കഴുകി വെക്കുന്നൊരു സ്വഭാവമാണ്. പക്ഷേ എനിക്കങ്ങനല്ല. ഞാൻ എല്ലാ പാത്രവും കൂടെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റിലേ കഴുകത്തുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഡിറ്റർജൻ്റ് അല്ലെങ്കിൽ ജെല്ലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ കയ്യിലൊക്കെ നല്ലപോലെ ഡ്രൈ ആവും എൻ്റെ സ്കിന്നും. പിന്നെ നഖമൊക്കെ പെട്ടെന്ന് പൊട്ടും. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് നഖം പൊട്ടുന്നതിൻ്റെ അത്രയും വിഷമം വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്ലൗസ് ഉണ്ട്, ഡേയുടെ നിന്ന് മേടിച്ചോട്ടെ. ഈ ഗ്ലൗസ് 10 dirhams കേട്ടോ. നല്ലൊരു ഗ്ലൗസാണ്, നല്ല ലെങ്ത് ഉണ്ട് ഗ്ലൗസിന്. ഊരി പോത്തുന്നില്ല, അതേപോലെ നമ്മുടെ ആ കയ്യിൽ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴുകും പാത്രം. അപ്പോൾ ഈ കഴുകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴുകുന്നതിനിടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിക്കും. ഞാൻ പൊതുവെ ആലോചിക്കും ഡിന്നറിന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തുണ്ടാക്കണം. ഡിന്നറിനെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി അത് ആലോചിക്കും. അല്ലെങ്കിൽ മോസ്റ്റ്ലി എൻ്റെ ലൈഫിനെ പറ്റി ഞാൻ അതിനെ ആലോചിക്കും. ലൈഫിനെ പറ്റി ഞാൻ എന്നെ തന്നെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. 5 വർഷം മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു, 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴെങ്ങനെയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പി ആണോ അല്ലയോ, ലൈഫിൽ എന്തൊക്കെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഞാൻ ഹാപ്പി അല്ലാത്ത ഏതൊക്കെ ഏരിയാസാണോ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പണ്ടൊക്കെ എനിക്ക് ഈ പാത്രം കഴുകുന്നതൊക്കെ ഒരു ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു തെറപ്പിയാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യത്തിനെ പറ്റി, നല്ലതും അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു, എവിടെയൊക്കെ ഇനിയും ഐ നീഡ് ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ കഴുകി വെച്ച പാത്രം എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പം നിങ്ങളൊക്കെ പാത്രം കഴുകുമ്പോൾ മോസ്റ്റ്ലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡു യു വാച്ച് സം സീരീസ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെപ്പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ, അല്ല എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി എന്നെ കമൻസിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ കഴുകി വെച്ച വാഷ് ബേസിനെല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഇന്ന് പ്രോട്ടീൻ റിച്ച് ഡിന്നറാണ്. മോസ്റ്റ്ലി എന്നും പ്രോട്ടീൻ റിച്ച് ഡിന്നർ തന്നെയാണ്. PCOD വന്ന് പിന്നെ എനിക്ക് അതേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഈ എയർ ഫ്രൈ ചെയ്യാൻ പോകും ആദ്യം ചിക്കൻ. ഞാനിത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. മാരിനേഷൻ്റെ ഒരു റെസിപ്പി ഞാൻ തന്നെ ഇവിടെ നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇത് ചിക്കൻ ക്യൂബ്സ് ആണ് കേട്ടോ. ചിക്കൻ മറ്റേ ബ്രസ്റ്റ് പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഓലീവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് എയർ ഫ്രയറിലിടും. ഇത് ക്യൂബ്സ് ആയതുകൊണ്ട് എൻ്റെ കുക്കിംഗ് ടൈം ഒന്ന് കുറയും. ലൈക്ക് ഒരു 180 ഡിഗ്രിയിൽ 8 minutes. ഇപ്പം നമ്മൾ ലാർജ് പോർഷൻ ഇട്ടിടുവാണെങ്കിൽ ഡിഫറൻസ് ആട്ടോ ടൈമിങ്ങിൽ. പിന്നെ ചെറുപയർ ദോശ തലേന്ന് കുതിർത്ത് വെച്ച ചെറുപയർ, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, പിന്നെ കായപ്പൊടി, ഉപ്പ്, പച്ചമുളക്, മല്ലിയില കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറുപയർ ദോശയുടെ ബാറ്റർ. നല്ല പ്രോട്ടീൻ റിച്ചാണ്, ഭയങ്കര ഹെൽത്തിയാണ് ഇത്. എനിക്ക് നോർമൽ ദോശ, അരിദോശ കഴിക്കാൻ പറ്റത്തില്ല. PCODയിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞാണ് കാപ്സ് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമാണ് ഞാനും ഹസ്ബൻഡും ചോറ് വയ്ക്കുന്നത്. ഈവനിങ്ങിൽ ഞങ്ങളിങ്ങനെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വെച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് ബ്ലെൻഡറിൽ. അപ്പോൾ ഈ അരച്ചെടുക്കുന്ന ഈ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ അറിയിക്കുക. അങ്ങനെ ചിക്കൻ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫ്രൈ ചെയ്ത് വന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ബ്രോക്കോളി റെസിപ്പിയാണ്. അപ്പോൾ ഓലിവ് ഓയിൽ ഞാൻ കുറച്ച് ചോപ്ഡ് ഗാർലിക് ഇട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് വേണേൽ സവാള ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീൻ ഓണിയൻ ആണ്. ഗ്രീൻ ഓണിയൻ ഉപയോഗിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ വരുന്നത് ഫുഡിന്. അപ്പോൾ എനിക്ക് അത് ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനും ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ ഗ്രീൻ ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ടു. പിന്നെ കുറച്ച് ഗ്രീൻ പോർഷൻ ഇട്ട്, പിന്നെ ബാക്കി കുറച്ച് ഗ്രീൻ പോർഷൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചു. അത് ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ചെറുപയർ ദോശ ഉണ്ടാക്കുവാണേ. ഈ ചെറുപയർ ദോശ അല്ലാത്തപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ വട്ടത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇനി വട്ടത്തിൽ വരുമോ ഇല്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതും വട്ടത്തിൽ വന്നിട്ടോ, നല്ല സൂപ്പറായിട്ട് വന്നു. പിന്നെ കുറച്ച് ഓലിവ് ഓയിൽ ഞാൻ സൈഡിൽ ആ ചെറുപയർ ദോശ ഒന്ന് ഇട്ട് കൊടുക്കും, ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി.
അങ്ങനെ നെസ്തറൊന്നുമില്ല, അല്ലാണ്ടതാവും. പിന്നെ നമ്മുടെ ചിക്കൻ ബ്രോക്കോളിക്കകത്ത് ചില്ലി ഫ്ലേക്സ് ഇട്ടു, സോയാ സോസ് ഇട്ടു, ഉപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് കാണും. പിന്നെ ചില്ലി പൗഡർ ഇട്ടു, കൊറിയാണ്ടർ പൗഡർ ഇട്ടു, അത് നല്ലപോലെ സോട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബ്രോക്കോളി ഇടുന്നത്. അത് പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്ത് എനിക്കറിയത്തില്ല, ആ ഒരു ഇത് ക്ലിപ്പ് കാണുന്നില്ല. ചെറുപയർ ദോശ റെഡി കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ അകത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഈ ബ്രോക്കോളി നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ വേവ് കേട്ടോ, ഒരുപാട് ടൈം നിർത്തില്ല ബ്രോക്കോളി വേവാൻ വേണ്ടി. അപ്പോൾ ബ്രോക്കോളി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ എയർ ഫ്രൈ ചെയ്ത ചിക്കന് അതിൻ്റെ അടുത്ത് ആഡ് ചെയ്തു. പിന്നെ ഈ ചിക്കനും ബ്രോക്കോളിയും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മിക്സ് ചെയ്ത് സോട്ട് ചെയ്തൊന്ന് എടുക്കും നല്ലപോലെ. എന്നിട്ട് നമ്മളിത് ലിഡില്ല, നമ്മുടെ ആ ഗ്ലാസ് ലിഡ് വെച്ചൊന്ന് അടച്ചിരിക്കുന്നതാണ് കേട്ടോ. ലിഡ് തുറക്കുമ്പോൾ ആവി പോകുന്ന കണ്ടോ. അങ്ങനെ നല്ല രസമായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറയാം, ഇത് മാഗി മാജിക് മസാല കേട്ടോ. എന്ത് പൊട്ടക്കറി ഉണ്ടാക്കിയാലും ഈ ഒരു സംഭവം ഇട്ടാൽ മതി, കറിയുടെ ലെവലേ മാറും മക്കളെ. സീരിയസ്ലി, ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ലേ, എനിക്ക് വലിയ പ്രതീക്ഷ. ഞാൻ ഇതുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഈ മാജിക് മസാല ഞങ്ങൾ ഇവിടെ അതിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ലാസ്റ്റിൽ വെച്ച കുറച്ച് ഗ്രീൻ ഓണിയൻ നമ്മളിട്ട് അത് ഗാർണിഷ് ചെയ്ത് ലിഡ് അടച്ചു വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഡിന്നർ ടൈം ആയിരുന്നു. ഒരു 8:45 ആയപ്പോഴത്തേന് ഹസ്ബൻഡ് കഴിക്കാൻ വന്നു. പുള്ളി 4 o'clock ഷിഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെയാണ് വരുന്നത് കഴിക്കാൻ. പുള്ളിയുടെ കാലാണ് ഈ കാണുന്നത് കേട്ടോ. പുള്ളിയോട് പറയാം എടുക്കുന്നതൊക്കെയുള്ള എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളി നല്ല ഷൈ ആണ്, അപ്പോൾ ക്യാമറ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ പുള്ളി പോയി. അത് ഡിന്നർ കഴിഞ്ഞ് പിന്നെ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു സിറമാണ് ഇടുന്നത്. ഇതൊരു നിയാസിനമൈഡ് ട്രാൻസമിക് ആസിഡ് സിറമാണ്. ഇത് നമ്മുടെ അനുവയുടെ ഒരു ഫേമസ് ഒരു സിറമാണ്. എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നായിട്ട് ഞാൻ എൻ്റെ സ്കിന്നനുസരിച്ച് കേട്ടോ എൻ്റെ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ലിപ് ബാം ഇട്ടു. പിന്നെ ഞാൻ ഇടുന്നത് ഒരു സാലിസിലിക് ജെല്ലാണ് കേട്ടോ. ഈ വൈറ്റ് ഹെഡും അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണിത്. പിന്നെ ആക്റ്റീവ് ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിലും അതിന് ഞാൻ ഇടും. അതിട്ട് കഴിഞ്ഞിട്ട് ഒരു പിമ്പിൾ പാച്ച് ഇട്ടു ഇത് വെക്കാറുണ്ട്. അപ്പം നെക്സ്റ്റ് മോർണിംഗ് അത് പിമ്പിൾ അങ്ങ് പോകും. പിന്നെ ഞാൻ ഇവിടെ വെക്കുന്ന കുങ്കുമാതി ഓയിലാണ്. ഇത് അണ്ടർ ഐയിൽ ഇടാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ വിരലിൽ ജസ്റ്റ് ഒന്ന് വാം ചെയ്തിട്ട് ഇട്ടാൽ മതി. നമ്മുടെ ഐസിൽ ഭയങ്കര സൂതിങ് ആണ്, റിലാക്സിങ് ആണ്. പിന്നെ എനിക്ക് അങ്ങനെ പൊതുവേ അണ്ടർ ഐ അങ്ങനെ ഡാർക്ക്നെസ് ആവാല്ല, ഈ പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, എന്നാൽ പോലും ഞാൻ ഇടും. പിന്നെ ഇതെൻ്റെ ലൈറ്റ് തെറാപ്പിയാണ്. ഇത് ഞാൻ ഗ്വാഷ പോലെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ റിങ്കിൾസ് പോവും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ ഈ PCOD വന്നപ്പോൾ ഞാൻ കണ്ടമാനം വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണത്താൽ എനിക്ക് എല്ലാ കാര്യം ചെയ്യാനും ഭയങ്കര മടിയാണ്, ഭയങ്കര മൂഡ് സ്വിങ്സും ആണ് കേട്ടോ. പക്ഷേ നമ്മൾ ചില സമയത്ത് ചിലതൊക്കെ പറയത്തില്ല, ബീറ്റ് ചെയ്തിട്ട് വേണം ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇത് മാക്സിമം എൻ്റെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കാസ്റ്ററും ഓയിലും വിറ്റമിൻ ഇ ഓയിലും കൂടെ ഒരുമിച്ച് ഒരു മസ്കാര ബോട്ടിൽ ഇട്ട് വയ്ക്കുവേ. വിൻ്റേഴ്സിൽ എനിക്ക് ഐബ്രോസ് കൊഴിയും, അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കും. അത് നല്ലതാണ്. കൊഴിയുന്നൊക്കെ കുറച്ച് കുറവുണ്ട്, അത് നല്ലതാണ്. ലാഷസൊക്കെ വളരാനൊക്കെ നല്ലതാണിത്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എൻ്റെ മോയ്സ്ചറൈസർ വെച്ച് നമ്മൾ ചെയ്ത സ്കിൻ കെയർ എല്ലാം ഒന്ന് ലോക്ക് ചെയ്യും. നല്ലപോലെ മസാജൊക്കെ ചെയ്ത് വയ്ക്കും. ഈ സ്കിൻ കെയർ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇടുമ്പോഴും കുറച്ചൊരു 1 or 2 minutes ടൈം കൊടുക്കുക, എന്നിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് ഇടാൻ കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ഇടല്. പിന്നെ ക്യാമോമൈൽ ടീ കേട്ടോ കുടിക്കുന്നത്. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഈ ഒരു ടീ കുടിച്ച് നോക്കണേ, നല്ലതാണ്. ഒരു പൂവാണ്, ഒരു പൂവിൻ്റെ ഒരു ടേസ്റ്റ്, നല്ലൊരു വാനില ടൈപ്പ് ഓഫ് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചൂടുവെള്ളം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു 6 to 7 minutes ഇത് ലിഡ് അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ഇത് കുടിക്കാൻ നേരത്ത് അരിച്ചെടുത്ത് കുടിച്ചാൽ മതി. നല്ലതാണ്. പെട്ടെന്ന് ഒരു കുടിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉറക്കവും വരും. നല്ല രസമാണ് കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ബുക്ക് വായിക്കും കേട്ടോ. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇൻസ്റ്റാഗ്രാമല്ലേ തോണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഉറക്കവും വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും വല്ലപ്പോഴും ഒക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു പെട്ടെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഉറങ്ങാൻ പോവാം, ബ്യൂട്ടി സ്ലീപ്പ് തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.